പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല 4 സ്ഥലങ്ങളിലാണ് ഷിഫാ എന്ന കെലിമത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ശമനം എന്നാണ് ഷിഫാഇന്റെ അർത്ഥം. സൂറത്ത് യൂനുസിലും സൂറത്ത് ഫുസ്സിലത്തിലും സൂറത്ത് ഇസ്രായിലും സൂറത്ത് നഹ്ലിലുമാണ് ആ പദപ്രയോഗങ്ങൾ അല്ലാഹു നടത്തിയിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സൂറത്തു നഹ്ലിൽ തേനീച്ചയെപ്പറ്റി അല്ലാഹു തആല ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ചാൽ ഫുസ്സിലത്തിലും ഇസ്രായിലും യൂനുസിലുമൊക്കെ അല്ലാഹു തആല ഷിഫാ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഖുർആൻ ശമനമാണ് എന്ന്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രോഗം ഏറ്റവും കൂടുതൽ മാരകമാകുന്നത് ശാരീരികമായ രോഗങ്ങൾക്കപ്പുറത്ത് അവന്റെ ആന്തരികമായ, അല്ലെങ്കിൽ അല്പം കൂടെ വിശാലമായി പറഞ്ഞാൽ അവന്റെ ആത്മീയമായ രോഗങ്ങളാണ് ഒരു മനുഷ്യനെ എന്നേക്കുമായിട്ടുള്ള നാശത്തിന് കാരണമാക്കുന്നത്. നമ്മുടെ ഭൗതിക ശരീരങ്ങളിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു പോയാൽ അതിന് പരിഹാരം നമ്മുടെ വൈദ്യശാസ്ത്രം വിധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അവന്റെ പ്രവാചകന്റെ നാവിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു രോഗവും അതിന്റെ മരുന്നില്ലാതെ അല്ലാഹു ഇറക്കിയിട്ടില്ല. നമ്മുടെ കോലം മറിക്കാൻ പോലും പറ്റുന്ന രീതിയിൽ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഷിഫാ ആണ് എന്ന് 3 അധ്യായങ്ങളിൽ പരിചയപ്പെടുത്തുമ്പോൾ അത് ആത്മീയ രോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഏതെങ്കിലും കേടുപാടുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശമനവും അതിന് പരിഹാരവുമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് ശാശ്വതമായ ഒരു നാശം അല്ല എങ്കിൽ, ശാശ്വതമായ ഒരു നാശം അത് നമ്മുടെ പരലോക നാശമാണ്. ആ പരലോകത്തെ നാശത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ ഷിഫാ ആണ്, അത് ശമനമാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഖുർആന്റെ അവതരണം കൊണ്ട് ധന്യമായ മാസമാണ് വിശുദ്ധ റമളാൻ. റമളാൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആൻ അവതീർണവുമായി ബന്ധപ്പെട്ടാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന്, റമളാനിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ശ്രേഷ്ഠമായ മാസത്തിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ പ്രാവശ്യമാക്കി അല്ലാഹു തആല ചുരുക്കിയത്. ആ നിലയിൽ റമളാന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഖുർആന്റെ അവതരണം എന്നുള്ളത്. ഖുർആൻ കൂടുതൽ പഠിക്കാനും കൂടുതൽ പാരായണം ചെയ്യാനും ശ്രമിക്കുന്നതും റമളാനിലാണ്. പാരായണവും പഠനത്തിനും അപ്പുറത്ത് ആ ഖുർആനെ നമ്മുടെ രോഗശമനത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായ കാര്യമാണ്, അതിലേറെ അഭികാമ്യവുമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.